സോ ഈസ് വെൽക്കം ബാക്ക്. സോ ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആദ്യം തന്നെ നേരുന്നു. കേസ് ഞാൻ ഡെയിലി വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയതാണ്. ഇപ്പം 3 ആഴ്ചയാകുന്നു ഞാൻ ഒറ്റ വീഡിയോ പോലും ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് വീഡിയോ ഇടാതിരുന്നൊന്നുമല്ല. മോഡൽ എക്സാം ഉണ്ടായിരുന്നു, ഫസ്റ്റ് മോഡൽ എക്സാം. സോ ഫുൾ പോർഷൻ ആയിരുന്നു എക്സാമിന് ഇടാനുള്ളത്. സോ ഫുൾ പോർഷൻ ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ ഒട്ടും സമയം കിട്ടിയില്ല. അതുകൊണ്ട് എക്സാം എഴുതി. ഈ വല്ലാത്ത പഹയന് അധ്വാനം വയ്യ, പേരും പണവും വേണം, കൈക്കോട്ടും. ഇതൊക്കെ മറക്ക്. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇതൊന്നുമല്ല. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ 2025 കണ്ടിട്ടുള്ള എൻ്റെ അതിലുള്ള കുറച്ച് നല്ല ആനിമീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ലാസ്റ്റ് പറയുന്ന ആനിമിയാണ് ദ ഗ്രേറ്റ് എന്നൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന ആനിമീസ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. സോ ആദ്യത്തെ ആനിമി എന്ന് പറയുന്നത് ലോർഡ് ഓഫ് ദ മിസ്റ്ററീസ് എന്ന് പറഞ്ഞ ഒരു ആനിമിയാണ്. സോ ഇതൊരു കിഡിൽ ഐറ്റമാണ്, ഇതൊരു ജെം ഐറ്റം ആണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം ഇതിനെ നമ്മൾ ഓരോ എപ്പിസോഡ് കാണാൻ നേരത്ത് നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. നമുക്കിങ്ങനെ ഓരോരോ എപ്പിസോഡ്സ് ഇങ്ങനെ കണ്ട് പോകാൻ നേരത്ത് മാത്രമേ ഇതിൻ്റെ അതിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുമൊക്കെ മിസ്റ്ററീസാണ്. ആനിമിയുടെ പേര് പോലെ തന്നെ ഈ ആനിമിക്കകത്ത് മൊത്തം മിസ്റ്ററീസാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് സീസൺ മാത്രമേ ഉള്ളൂ. സംതിങ് 12 എപ്പിസോഡ്സ് എങ്ങാണ്ടേ ഉള്ളൂ. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സാധനമാണിത്. സോ ഈ നെക്സ്റ്റ് ആനിമി എന്ന് പറയുന്നത് സാക്കുമോട്ടോ ഡേയ്സ് ആണ്. ഫോർ മീ ഈ ആനിമി എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ മാങ്കയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മാങ്കയാണ്. സോ ഇതിൻ്റെ സ്റ്റോറിയൊക്കെ ഇനി വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. സോ ഇതൊരു ജോൺ വിക്ക് സ്റ്റൈലൊക്കെ പോലത്തെ ഒരു സാധനമാണ്. ഇതിനകത്ത് ഈ ആക്ഷൻ ഉണ്ട്, കോമഡിയൊക്കെ ഉണ്ട്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ് ഈ വർഷത്തെ. ചുമ്മാ ഇങ്ങനെ ഫണ്ണായിട്ടൊക്കെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു കിടിലൻ സീരീസ് തന്നെയാണ് സാക്കുമോട്ടോ ഡേയ്സ്. സോ അടുത്ത ആനിമി എന്ന് പറയുന്നത് ദ ഫ്രാഗ്മെന്റ് ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞ ആനിമയാണ്. സോ ഇതും അത്യാവശ്യം നല്ലൊരു കിടിലൻ ആനിമ തന്നെയാണ്. ഇതൊരു റൊമാൻറ്റിക് ആനിമയാണ്. ചുമ്മാ വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സ്റ്റോറിയാണ് ദ ഫ്രാഗ്മെന്റ് ഓഫ് ദ ഫ്ലവർ. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അടുത്ത ആനിമ എന്ന് പറയുന്നത് ടക്കോപ്പിയ. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതും ഒരു കിടിലൻ ആനിമയാണ്. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ഡാമേജ് ആക്കുന്ന ഒരു ആനിമേ സീരീസാണ്. എന്ന് വെച്ചാൽ നമ്മളങ്ങ് ഭയങ്കരമായിട്ടൊക്കെ നമ്മളെ ഡൗൺ ആക്കുക. കാരണം അതുപോലുള്ള ഇമോഷണലായിട്ടുള്ള ഒരു ആനിമേ സീരീസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണുക. നിങ്ങൾക്ക് കുറച്ച് നേരം ഇങ്ങനെ ഒരു കരയാം. അതാണ് ഈ ആനിമയുടെ പ്രത്യേകത. സോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇതും കാണാം. ഇതും ഈ വർഷം ഇറങ്ങിയതിൻ്റെ അകത്തുള്ള കുറച്ച് വെറൈറ്റി ഒരു ആനിമയായിരുന്നു. അടുത്ത ആനിമയുടെ പേര് ഗാച്ചി അക്കുട്ട. സോ ഇതൊരു ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആനിമേ സീരീസ് ആണ്. സോ ഇതിൻ്റെ അകത്തിലെ ആനിമേഷൻസ് ഒക്കെ കിടുവാണ്. ഒരു വെറൈറ്റി രീതിയിലാണ് ഇവർ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ അകത്തിലെ ഫൈറ്റ് സീൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ സ്റ്റോറിയും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ഇറങ്ങിയിട്ടേ ഉള്ളൂ. സ്റ്റോറിയിലോട്ട് കയറാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. സോ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ ആനിമേഷൻസ് ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് സീൻസ് ഒക്കെ നല്ല ഒരു രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. സോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ സീരീസും കാണാവുന്നതാണ്. സോ ഞാൻ ഈ പറഞ്ഞ ഇത്ര ആനിമയായിരുന്നു ഞാൻ ഈ വർഷം പുതിയതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വർഷം ഞാൻ കണ്ടിട്ടുള്ളത് ഇറങ്ങിയ ആനിമയുടെ തന്നെ വേറെ സീസൺസ് ആയിരുന്നു. സോ ആദ്യം തന്നെ അതിൻ്റെ അത് കണ്ടിട്ടുണ്ടായിരുന്നത് സോളോ ലെവലിംഗിൻ്റെ സീസൺ 2 ആയിരുന്നു. സോ അതിൻ്റെ അകത്തിലെ ആ സഞ്ജിനുവിൻ്റെ ക്യാരക്ടർ സ്ട്രക്ചേഴ്സിനൊക്കെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അല്ലാതെ വെച്ച് നോക്കുന്ന സമയത്ത് ആനിമി കൊള്ളായിരുന്നു. ആ ലാസ്റ്റ് എപ്പിസോഡൊക്കെ വിഷയമായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് വിൻ ബ്രേക്കറിൻ്റെ സീസൺ 2 ആയിരുന്നു. സോ വിൻ ബ്രേക്കറിൻ്റെ സീസൺ 1 എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സീസൺ 2 അതിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. സോ സ്റ്റോറിയിലോട്ട് കയറുന്നതല്ലേ ഉള്ളൂ. നമുക്ക് സീസൺ 3 എന്താ സംഭവിക്കുന്നത് നമുക്ക്. സോ പിന്നെ എല്ലാവരും മാങ്കയൊക്കെ വായിച്ച് കിഡിലാണെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ്. സോ അതിൻ്റെ ആനിമി അഡാപ്റ്റേഷൻ ഈ വർഷം വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ സീസൺ 1 അതിലെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഒന്ന് കണ്ടു നോക്കിയായിരുന്നു. അതിൻ്റെ അതിലൊരു അപരാധം ആനിമേഷൻ പണി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് കാണേണ്ടി വന്നില്ല. ഞാനത് മാറ്റിയിട്ട് നേരെ മാങ്ക പോയി വായിച്ചു. ഒരു കിഡിൽ സാധനം തന്നെ. ഈ ഇത്ര കിഡിലായിട്ടുള്ള മാങ്കയുടെയൊക്കെ ആനിമി അഡാപ്റ്റേഷൻ വരാൻ നേരത്ത് അത്യാവശ്യം നല്ല കിഡിൽ സ്റ്റുഡിയോസിലൊക്കെ ഇവർക്ക് കൊടുത്തുകൂടെ. കാരണം ഇത് ഇറക്കിയ അത്യാവശ്യം അവർക്ക് പ്രോഫിറ്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കിഡിലൻ മാങ്ക തന്നെയാണ്. സോ ആനിമി കാണണ്ട നിങ്ങൾ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ. മാങ്ക വായിക്കാൻ താല്പര്യമുള്ളവർക്ക് പോയി മാങ്ക വായിക്കാം. പിന്നെ ഡാനലിൻ്റെ സീസൺ 2 കണ്ടു. സോ അത് കിഡിലിനായിരുന്നു. പിന്നെ ഫയർഫോഴ്സിൻ്റെ സീസൺ 3 വന്നിട്ടുണ്ടായിരുന്നു. സോ അത് കിഡിലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് എപ്പിക്കായിരുന്നു. പിന്നെ ഡോക്ടർ സ്റ്റോണിൻ്റെ സീസൺ 4ഉം അതും കിഡിലിനായിരുന്നു. ഇത്ര ഐറ്റമാണ് ഞാൻ ഈ വർഷം കണ്ടത്. പിന്നെ വൺ പീസിൻ്റെ എപ്പിസോഡ്സ് ഒക്കെ കിഡിലിനായിരുന്നു. അതിന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇതിന് മുമ്പ് ചെയ്തത്. ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞേക്കാം. 2 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസൽ ആർക്കിൻ്റെ ഒരു സിനിമയും പിന്നെ ചെയിൻസോ മാൻ്റെ റിസി ആർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയും. സോ ഇത് 2 സിനിമയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 സിനിമയും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഡീമൺ സ്ലെയറിൻ്റെ മൂവിയൊക്കെ കണ്ടതാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആനിമേഷൻസും ഒരു കിഡിലാണ്. നമുക്ക് ചാടിത്തുള്ളി കാണാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് ഡീമൺ സ്ലെയറിൻ്റെ മൂവി. പക്ഷേ എനിക്ക് ഡീമൺ സ്ലെയറിൻ്റെ മൂവിയെക്കാട്ടിൽ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ചെയിൻസോ മാൻ്റെ സിനിമയായിരുന്നു. കാരണം അത് ഭയങ്കര ഫാസ്റ്റ് ബേസിലാണ് സ്റ്റോറി പോകുന്നത്. പെട്ടെന്ന് അങ്ങ് സ്റ്റോറി പോയിട്ട്
ഒരു കിട്ടില്ല ഫൈറ്റൊക്കെ വന്ന് അതെനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ എനിക്ക് ഒന്നും കൂടെ ഡീമൺ സ്ലെയർ മൂവിയൊക്കെയായിട്ട് ഇഷ്ടപ്പെട്ട ചെയിൻസോ മാൻ്റെ സിനിമയാണ്. സോ ഇതൊരു പുതിയ തുടക്കമാണ് 2026. സോ ഇനി തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി എനിക്ക് നല്ല രീതിയിൽ തന്നെ താല്പര്യമുണ്ട്. സോ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നെ ഒന്ന് മിന്നിച്ചേക്കണം. All the best சொன்னாங்க. All the best. Okay.